തരം തിരുവേദം മനസമോദ വികാസം. സഭകളുടെ പുനർനിർമ്മാണത്തിന് സഹായകരമായ റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക സഭകളെ ആത്മഭാരമുള്ള സഭകളാക്കി മാറ്റുന്നതിൽ നിലവിലുള്ള സഭാ നേതൃത്വത്തിന്റെ പങ്ക് എന്ന വിഷയം ശ്രദ്ധിച്ചാലും തിരുവെഴുത്ത് ആധാരമാക്കി വിശകലനം ചെയ്യുകയാണ് PM എബ്രഹാം നെടുങ്ങപ്ര. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. റാവൻ ഹിൽ ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഇടയന്മാരാണ് ഉണർവിന് തടസ്സമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊറോവിയൻ ഉണർവുകളുടെ കാരണം ജോൺ നോക്സ് ആയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്ക് സ്കോട്ട്ലൻഡിനെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. സുവിശേഷ പ്രവർത്തനമില്ലാത്ത സഭകൾ ശിലാരൂപങ്ങൾ അഥവാ ഫോസിൽസ് ആയി മാറും. അലക്സാണ്ടർ സ്റ്റൗ. ആത്മാക്കളെക്കുറിച്ച് ദാഹമില്ലാത്ത നേതൃത്വമാണ് അധികവും. പുതിയതായി രക്ഷിക്കപ്പെട്ട് സഭകളിൽ വരുന്നവർ വിരളമായിരിക്കുന്നു. നട്ടപ്പോഴും ഇടങ്ങഴി, പറിച്ചപ്പോഴും ഇടങ്ങഴി എന്ന സ്ഥിതിയാണ് അധികം സഭകളിലും. പുതിയതായി മക്കളും കൊച്ചുമക്കളുമൊക്കെ ഇല്ലാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എത്ര സങ്കടകരമാണ്. ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും എത്ര പണം ചിലവഴിക്കുവാനും ഒട്ടുമിക്ക കുടുംബങ്ങളും തയ്യാറാണ്. കാരണം കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. അനേകം സഭകളുടെയും അവസ്ഥ മക്കളില്ലാത്ത കുടുംബങ്ങൾ പോലെയാണ്. നിർമ്മാണം നിലച്ച സ്ഥലസഭകൾ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി 16:18. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:47. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. എഫേസ്യർ 2:22. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ ദൈവസഭയോട് ചേർക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ സാർവത്രിക സഭയോട് ചേരുന്നതുപോലെ പ്രാദേശിക സഭയോടും ചേരേണ്ടതാണ്. പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട 3000 പേർ ശിഷ്യന്മാരോട് ചേർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:41. അപ്പോസ്തലന്മാർ സൗഖ്യമാക്കിയ മുടന്തൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആയി. 3:8. അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു വന്നു. 5:14. സഭ വളർച്ചയുടെ പാതയിലായിരുന്നു. പ്രാദേശിക സഭ സുവിശേഷത്തോട് വിമുഖത കാണിച്ചാൽ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നത് എങ്ങനെ? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? റോമർ 10:15. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. റോമർ 10:17. പ്രാദേശിക സഭകളാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിന് ജനത്തെ ഉത്സാഹിപ്പിക്കേണ്ടത്. സുവിശേഷം അറിയിച്ച് ആത്മാക്കളെ നേടുന്നതിന് സഭാംഗങ്ങളെ ഉത്സാഹിപ്പിക്കേണ്ടത് സഭാ നേതൃത്വമാണ്. നേതൃത്വം വചന കേന്ദ്രീകൃതമാണെങ്കിൽ സഭ വചന കേന്ദ്രീകൃതമായിരിക്കും. നേതൃത്വം സുവിശേഷ കേന്ദ്രീകൃതമെങ്കിൽ സഭയും സുവിശേഷ കേന്ദ്രീകൃതമായിരിക്കും. എവരിവെയർ ക്രൂസേഡ്. എവരി ഹോം ക്രൂസേഡ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭവനങ്ങളിലും സുവിശേഷം എത്തിക്കുവാൻ പ്രവർത്തിച്ച സംഘടനയാണ്. ഇന്നും വ്യത്യസ്ത നിലയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും പലതും വ്യക്തമായ ലക്ഷ്യങ്ങളോടെ അല്ല പ്രവർത്തിക്കുന്നത്. സ്വന്തം സ്ഥലസഭയിലോ സഭയോട് ബന്ധപ്പെട്ടോ ഒരു ശുശ്രൂഷയും ചെയ്യാതെ ഇന്റർനാഷണൽ ആകുവാനാണ് പല സുവിശേഷകരും പ്രവർത്തിക്കുന്നത്. ആത്മാക്കളെ നേടുക, സ്ഥലസഭകൾ രൂപപ്പെടുത്തുക, ഈ ലക്ഷ്യങ്ങൾ കുറഞ്ഞു വരുന്നു. പലരും ഓരോരോ സംഘടനകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എല്ലായിടങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഫലസാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി ക്രമമായി പ്രവർത്തിക്കുന്നതാണ്. ഇത് സാധിക്കണമെങ്കിൽ ആത്മാക്കളെക്കുറിച്ചുള്ള ചിന്ത ഇടയന്മാർക്കുണ്ടാകണം. പ്രാദേശിക സഭയും സുവിശേഷീകരണവും. പ്രാദേശിക സഭയ്ക്ക് ചുറ്റുപാടുമുള്ള നഷ്ടപ്പെട്ടവരെ നേടുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് കൽപ്പിച്ചു. മർക്കോസ് 16:15. പീഡനത്താൽ ചിതറിക്കപ്പെട്ടവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 8:4. ഈ അധികാരം പ്രാദേശിക സഭകൾക്കുമുണ്ട്. സുവിശേഷം അറിയിക്കുന്ന ഉത്തരവാദിത്തം സഭയുടേതാണ്. പ്രാദേശിക സഭയെ കൂടാതെ ഒരു സുവിശേഷ വേലയില്ല. ഇക്കാലത്ത് സഭയ്ക്കല്ല സംഘടനകൾക്കാണ് പ്രാധാന്യമെന്ന് തോന്നുന്നു. സഭ ഈ മഹത്തായ ഉത്തരവാദിത്തം അവഗണിച്ചതുകൊണ്ടായിരിക്കാം വ്യക്തികൾ സംഘടനകളും ടീമുകളും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും സംഘടനകൾ സഭയ്ക്ക് മീതെയാകുന്നുവോ എന്ന് സംശയിച്ചു പോകുന്നു. സുവിശേഷ പ്രവർത്തകരെ അയച്ചത് പ്രാദേശിക സഭകളാണ്. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചെങ്കിലും അന്ത്യോക്യ സഭയാണ് സുവിശേഷ വേലയ്ക്കായി അയച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 13:1-3 വരെയുള്ള വാക്യങ്ങൾ. ഓരോ മിഷണറി യാത്രയും അവസാനിക്കുമ്പോൾ
അയച്ച സഭയിൽ മടങ്ങിവന്ന് ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും സഭയെ അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 13:27. അപ്പോസ്തലപ്രവൃത്തികൾ 13:28. ഇന്നത്തെ സുവിശേഷ വേലക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നും ആയിരുന്നുവല്ലോ. ഇന്ന് പലരും ഒരിടത്ത് മുങ്ങിയാൽ പൊങ്ങുന്നത് മറ്റൊരിടത്തായിരിക്കും. സലസഭയോട് ഒരു കൂറുമില്ല, അതായത് അക്കൗണ്ടബിലിറ്റി ഇല്ല. പലരുടെയും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഭ അറിയുന്നത് മാസികകളിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയുമാണ്. വ്യക്തിയല്ല, സഭയാണ് വലുത്. പ്രാദേശിക സഭയെ പ്രധാനമായി ദൈവം കാണുന്നു. ലേഖനങ്ങൾ അധികവും സഭയ്ക്ക് എഴുതിയതാണ്. 1 കൊരിന്ത്യർ 1:1, 2 കൊരിന്ത്യർ 1:1, ഗലാത്യലേഖനം 1:2, 1 തെസ്സലോനിക്കർ 1:1, ഫിലേമോന്റെ ലേഖനം 2-ാം വാക്യം. ദൈവം കൃപാവരങ്ങൾ നൽകിയത് സഭയ്ക്കാണ്. സഭയുടെ പൊതുപ്രയോജനത്തിനാണ് വരങ്ങൾ നൽകിയത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 1:5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചുരുക്കത്തിൽ സഭയുടെ നിയന്ത്രണത്തിലായിരിക്കണം വ്യക്തികൾ സുവിശേഷം അറിയിക്കേണ്ടത്. പൗലോസിനെയും ബർന്നബാസിനെയും സുവിശേഷ വേലയ്ക്കായി വേർതിരിച്ചതും അവരെ പറഞ്ഞയച്ചതും സഭയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 13:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പ്രാദേശിക സഭയ്ക്കാണ് ഈ ഉത്തരവാദിത്തം. സഭയ്ക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം വരേണം. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമില്ലാത്ത, പ്രാർത്ഥിക്കാത്ത സഭയ്ക്ക് ഈ ബോധ്യം ലഭിക്കുകയില്ല. ഇന്ന് ബൈബിൾ സ്കൂളുകളും ബൈബിൾ കോളേജുകളുമാണ് സഭയുടെ സ്ഥാനത്ത് ഈ ഉത്തരവാദിത്തം വഹിക്കുന്നത്. ബൈബിൾ സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്നവരുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വൈറ്റ് കോളർ സുവിശേഷവേല. സെക്കുലർ ജോലിയിൽ എന്ന പോലെ സുവിശേഷവേലയിലും ഈ മനോഭാവം ദൃശ്യമാണ്. ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുന്നവരും, അതായത് അണ്ടർ ഗ്രാജുവേറ്റ്സ്, ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങുന്നവരും, ഗ്രാജുവേറ്റ്സ് ആൻഡ് PG, പലപ്പോഴും സുവിശേഷ വേലയിൽ വ്യത്യസ്ത മനോഭാവമുള്ളവരാണ്. ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്നവരിൽ അധികവും താഴേക്കിടയിൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവൽ, ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരാണ്. ആളാമ്പ്രതി സുവിശേഷീകരണം, അതായത് ഭവന സന്ദർശനം, പരസ്യയോഗങ്ങൾ, ട്രാക്റ്റ് വിതരണം, സ്ഥലസഭകളിലെ കുടുംബങ്ങളോട് ബന്ധപ്പെട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തകർ ചെയ്യുന്നു. സ്ഥലസഭകൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നവരാണ് ബൈബിൾ സ്കൂളിൽ നിന്നുള്ളവരിൽ അധികവും. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും സഭാ രൂപീകരണ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരിൽ അധികവും ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയവരാണ്. എന്നാൽ ബൈബിൾ കോളേജുകളിൽ നിന്ന് ബിരുദവും ബിരുദാനന്ത ബിരുദവുമൊക്കെ കഴിഞ്ഞവർ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുവാൻ താൽപ്പര്യപ്പെടാത്തവരാണ്. ഇങ്ങനെയുള്ളവരിൽ അധികവും സംഘടനാ നേതാക്കളും സംഘാടകരും ലീഡേഴ്സും കോൺഫറൻസ് കൺവെൻഷൻ പ്രഭാഷകരും ഗ്രന്ഥകർത്താക്കളും ബൈബിൾ ടീച്ചേഴ്സുമൊക്കെ ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുക. സഭ രൂപീകരണവും അനുബന്ധ പ്രവർത്തനങ്ങളും എക്കാലത്തും ദുഷ്കരമാണ്. ഇന്ന് പ്രത്യേകിച്ചും കഷ്ടപ്പെടുവാൻ പലരും തയ്യാറല്ല. മലയാളികളുടെ ഈ മനോഭാവം ഉത്തരേന്ത്യ സംസ്ഥാനത്തുള്ളവർക്കും ഉണ്ടെന്നതിന് തെളിവുണ്ട്. അടുത്ത ദിവസം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തദ്ദേശീയരായി 20-ലധികം യുവ സഹോദരന്മാരുണ്ട്. അവർക്ക് ക്രമീകൃതമായ ഒരു ബൈബിൾ ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. ബൈബിൾ സ്കൂളുകളിലേക്കും മറ്റും അയക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല. കാരണം ബൈബിൾ കോളേജിലൊക്കെ വിട്ടാൽ മടങ്ങി വരുന്നവർ അധികവും സ്ഥലസഭ രൂപീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ താൽപ്പര്യപ്പെട്ട് കാണുന്നില്ല. അധികം പേരും ഉന്നത ബിരുദ പഠനത്തിലേക്കും നേതൃത്വ പദവികളിൽ എത്തുവാനുമായിട്ടുമൊക്കെയാണ് ശ്രമിക്കുക. സുവിശേഷ വയലിലെ കഷ്ടതകളും പ്രയാസങ്ങളും സഭാ ശുശ്രൂഷകനായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന പ്രതികൂലങ്ങളുമൊന്നും സഹിക്കുവാൻ അവർ തയ്യാറല്ല. കൺവെൻഷൻ പ്രസംഗകരും ബൈബിൾ ടീച്ചേഴ്സുമൊക്കെയാണെങ്കിൽ വലിയ കഷ്ടപ്പാടുകളില്ല. ഇത്തരം മനോഭാവങ്ങൾ ഇതര സഭാ വിഭാഗങ്ങളിലുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. ബൈബിൾ കോളേജ് അധ്യാപകരായും ലീഡേഴ്സായും പ്രസംഗകരായും ഒക്കെ പ്രവർത്തിക്കുവാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെയാകുമ്പോൾ കർത്തൃവേലയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയില്ല. താഴെ തട്ടിലുള്ള, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തകരെക്കാൾ ആദരവും സാമ്പത്തിക സാധ്യതകളും ഉണ്ടുതാനും. ഇതെന്നുണ്ട് പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും സഭാ രൂപീകരണ ലക്ഷ്യത്തോടെ സുവിശേഷ വയലിൽ അധ്വാനിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് പലരും ബൈബിൾ കോളേജുകളിൽ എത്തുക. ദൈവവചനം ക്രമീകൃതമായി പഠിക്കുന്നത് ശുശ്രൂഷകൾക്ക് സഹായകരമാകും. എന്നാൽ
ഈ വേദപാഠശാലകളിൽ അധ്യാപകരായി സ്ഥിരം എത്തുന്നവരുണ്ട്. അവരുടെ പ്രധാന സുവിശേഷ വേല ഓരോ ബൈബിൾ സ്കൂളുകളിൽ മാറി മാറി പഠിപ്പിക്കുകയാണ്. അവരാണ് ഉന്നത പഠനത്തിനായുള്ള കൗൺസിലിംഗ് ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്നതാണ് ആ സ്ഥാപന മേധാവി പറഞ്ഞത്. പുതിയൊരു സ്ഥലത്ത് പ്രവർത്തിച്ച് ഒരു സ്ഥലസഭ രൂപീകരിക്കുക എന്നത് ഇക്കാലത്ത് ഏറെ ദുഷ്കരമാണ്. പല കാരണങ്ങൾ അതിനുണ്ട്. വളരെയധികം സമർപ്പണവും ത്യാഗ മനസ്സുമൊക്കെ ആവശ്യമാണ്. അതിന് പലരും തയ്യാറല്ല. തൻ്റെ മാതൃസഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുവാൻ പലരും തയ്യാറല്ല. മനുഷ്യന്റെ സാമൂഹ്യ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അന്യോന്യമുള്ള വിധേയത്വത്തെ പോലും സാരമായി ബാധിച്ചിട്ടുണ്ട്. ആത്മീയ മൂല്യത്തകർച്ച എവിടെയും ദൃശ്യമാണ്. അതുകൊണ്ട് ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്നവർ നേതൃനിരകളിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാകുമ്പോൾ കുറച്ച് അധ്വാനം, കൂടുതൽ മാനവും ധനവും, ഭാരം കുറവ്, യാത്ര സുഖകരം. പ്രാദേശിക സഭയോ ബൈബിൾ സ്കൂളോ? വചനം പഠിപ്പിക്കേണ്ടത് പ്രാദേശിക സഭയാണ്. കുടുംബം, സഭ, ഗവൺമെന്റ് എന്നീ 3 സ്ഥാപനങ്ങളാണ് ദൈവം സ്ഥാപിച്ചത്. സഭയിലൂടെയാണ് ക്രിസ്തു ശിഷ്യന്മാർ വചനം പഠിച്ചു വന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പോന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നാം വായിക്കുന്നു. അവർ ശ്ലീഹന്മാരുടെ പഠിപ്പിക്കൽ സദാ കേട്ടുംകൊണ്ട് എന്ന് പിശീത്ത ബൈബിളിൽ നാം വായിക്കുന്നു. ബർന്നബാസ് ശൗലിനെ തർസോസിൽ ചെന്ന് കണ്ടു. 1 വർഷത്തോളം സഭായോഗങ്ങളിൽ അവർ ദൈവവചനം പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 11:25-26 വാക്യങ്ങൾ. ബരോവയിലെ വിശ്വാസികൾ വചനം അപ്പോസ്തലന്മാരിലൂടെ പഠിക്കുകയും തിരുവെഴുത്തുകളെ ദിനംപ്രതി പരിശോധിക്കുകയും ചെയ്തു. 17:11. തിമോത്തിയോസും ശീലാസുമൊക്കെ പൗലോസിലൂടെ തിരുവെഴുത്ത് പഠിച്ചു. എൻ്റെ മകനെ, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. 2 തിമോത്തിയോസ് 2:1. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. മത്തായി 11:29. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവൻ കൂടെ വെച്ചു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:8. യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിലെ പഠിപ്പിക്കൽ രീതിയാണിത്. ഗുരുവിൻ്റെ ജീവിതം അനുകരിക്കുകയാണ് ശിഷ്യന്മാർ. ദൈവവചനം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ കൂടെ പഠിക്കുന്നവർക്ക് നൽകുന്നവരാണ് യഥാർത്ഥ അധ്യാപകൻ. പൗലോസും ഫിലിപ്പിയ വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എത്ര ഊഷ്മളമായിരുന്നു. നിങ്ങളുടെ വസ്തുത അറിഞ്ഞ് എനിക്കും മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം. ഫിലിപ്പിയർ 2:19. വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തമ്മിലുള്ള ഇത്തരം ഒരു ഹൃദ്യമായ ബന്ധം ഏത് ബൈബിൾ കോളേജിലാണ് ലഭിക്കുക? മുൻ നിശ്ചയിച്ച കരിക്കുലം അനുസരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുക. അക്കാദമിക് മികവാണ് അവർ പലപ്പോഴും ശ്രദ്ധിക്കുക. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. പഠിപ്പിക്കുന്ന പല വിഷയങ്ങളും അധ്യാപകരും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധം പോലുമില്ല. ഉദാഹരണത്തിന് സുവിശേഷീകരണം അഥവാ ഇവാഞ്ചലിസം, മിഷൻ എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പല അധ്യാപകരും പുസ്തകങ്ങൾ റഫർ ചെയ്ത് ഉണ്ടാക്കുന്ന നോട്ടുകൾ പഠിപ്പിക്കുന്നവർ മാത്രമായിരിക്കും. അവർ ആത്മദാഹമുള്ളവരോ സഭാരൂപീകരണ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുള്ള അനുഭവ സമ്പത്തുള്ളവരോ ആയിരിക്കുകയില്ല. ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ലല്ലോ. അക്കാദമിക മികവാണ് അധികം ബൈബിൾ കോളേജുകളുടെയും ലക്ഷ്യം. പുതിയ പ്രാദേശിക സഭകൾ രൂപപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണെന്ന് ബ്രദറൻ, പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ് സമൂഹങ്ങളുടെ വിലയിരുത്തൽ. ഈ അഭിപ്രായത്തിന് അപവാദമായി ചില അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടെന്നത് വിസ്മരിക്കുന്നില്ല. എല്ലാവരെക്കുറിച്ചുമല്ല എന്നതും ശ്രദ്ധിക്കണമേ. പുനർവിചിന്തനം അനിവാര്യം. പ്രാദേശിക സഭകൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായേ മതിയാവൂ. സഭകളുടെ സ്ഥാനം, സ്ഥാപനങ്ങളും സംഘടനകളും കൈയടക്കിക്കൂടാ. സഭാ നേതൃത്വത്തിൻ്റെ അലസതയും അജ്ഞതയും നിരുത്തരവാദ മനോഭാവവുമാണ് ഇതിനൊക്കെ കാരണമായത്. വചനം പഠിപ്പിക്കുക, സുവിശേഷം അറിയിക്കുക എന്നിങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം ഓരോ സംഘടനകളെയും ഏൽപ്പിച്ചു. സ്ഥലസഭകൾ ഇന്ന് വിശ്രമത്തിലാണ്. സ്ഥലസഭകളിലെ സൺഡേ സ്കൂളുകളുടെ പ്രവർത്തനം പോലും സംഘടനകളെ ഏൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അധികം സുവിശേഷ വേലക്കാരുടെയും മുഴു ശ്രദ്ധയും ഇത്തരം സംഘടനകളിലാണ് താനും. ബൈബിൾ കോളേജുകൾ തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. സഭകളെല്ലാ ഉത്തരവാദിത്വവും ഇത്തരം സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് കൈയൊഴിയുന്ന പ്രവണതയാണ് തെറ്റ്. ഉന്നത പഠനത്തിൽ ഒരു പ്രധാന പങ്ക് ബൈബിൾ കോളേജുകൾക്കുമുണ്ട്. ചില നിർദ്ദേശങ്ങൾ. എല്ലാ പ്രാദേശിക സഭകളിലും ക്രമീകൃതമായ ബൈബിൾ ക്ലാസുകൾ നടത്തുക.
വിശ്വാസികൾ ദൈവവചനം പഠിക്കേണ്ടത് പ്രഥമമായും പ്രാദേശിക സഭയിലൂടെയാണ്. ഉപരിപഠനത്തിന് ബൈബിൾ കോളേജുകളെ ആശ്രയിക്കാം. 1. ദൈവവചനം പഠിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം സഭയുടെ മൂപ്പന്മാർ. അപ്പവീഞ്ഞുകൾ എടുത്തുകൊടുക്കുകയും ആശീർവാദം പറയുകയും മാത്രമാണ് മൂപ്പന്റെ ഉത്തരവാദിത്വമെന്നും ചിന്തിക്കരുത്. 2. ഓരോ പ്രാദേശിക സഭയ്ക്കും സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. വർഷത്തിലൊരിക്കലുള്ള സുവിശേഷ മഹായോഗവും സംഗീത മഹോത്സവവും കൊണ്ട് തൃപ്തിപ്പെടരുത്. 3. സഭയുടെ ചുറ്റുപാടും പ്രദേശങ്ങളിൽ ഭവന സന്ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുക. ആളാമ്പ്രതി വേലയാണ് സുവിശേഷ മഹായോഗങ്ങളെക്കാൾ പ്രയോജനം ചെയ്യുന്നത്. 4. പ്രാദേശിക സഭകളിലെ സുവിശേഷകന്മാർ പ്രധാനമായും മാതൃസഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. മാതൃസഭയിൽ ഒരു ശുശ്രൂഷയും ചെയ്യാതെ വ്യാപകമായി പ്രവർത്തിക്കുന്നത് ഉചിതമല്ല. 5. സൺഡേ സ്കൂൾ ഓരോ സഭയിലും ആരംഭിക്കുക. സ്വന്തം സ്ഥലസഭയിലെ സൺഡേ സ്കൂൾ അവഗണിച്ച് ഓൺലൈൻ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്ന പ്രവണത ഉചിതമല്ല.